ഹായ് ഹലോ നമസ്കാരമുണ്ട്. അർജുനാണേ കായംകുളത്തു നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. ഈ കണ്ണൂർ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലൊന്ന് പോകണം എന്നുള്ളത്, പറശ്ശിനിക്കടവിൽ. അത് നമ്മൾ ഇന്ന് പോകുകയാണ്. നമ്മളിപ്പോൾ കായംകുളത്തു നിന്ന് കണ്ണൂർ വന്നിരിക്കുകയാണ്. നമ്മൾ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ പറശ്ശിനിക്കടവിൽ ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ കണ്ണൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു യാത്രയിലെ വിശേഷങ്ങളും നിങ്ങളോടുകൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുക്കലേക്ക് പോകുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് യാത്ര തിരിക്കാം. അപ്പോൾ നമ്മൾ കണ്ണൂർ ചാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്നാണ് യാത്ര തിരിച്ചിരിക്കുന്നത് പറശ്ശിനിക്കടവിലേക്ക്. റോഡിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മളിവിടെ കണ്ണൂർ ആദ്യമായിട്ടാണ് വരുന്നത്. ട്രെയിനകത്ത് പാസ് ചെയ്ത് കണ്ണൂരിലൂടെ പോയിട്ടുണ്ടെങ്കിലും കണ്ണൂർ നമ്മൾ ലാൻഡ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് കണ്ണൂർ വരുന്നത് കൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. നമ്മളിപ്പോൾ വരുന്നത് ചാലയെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പറശ്ശിനിക്കടവിലേക്ക് പോകാനായിട്ട് നമ്മൾ വരുന്നത്. സിറ്റി വിട്ട് കഴിഞ്ഞാൽ തനി ഗ്രാമപ്രദേശം പോലൊരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. പൊതുവേ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളുടെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വരണ്ട കാലാവസ്ഥയാണല്ലോ. നമ്മുടെ അവിടുത്തെ കായംകുളത്തെക്കാട്ടിലൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളൊരു രീതി. ഇവിടെ തെങ്ങിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടുത്തെ നല്ല ഹൈറ്റിലുള്ള തെങ്ങൊക്കെ. ദാണ്ട ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞായിട്ടാണ് പോകേണ്ടത്. കണ്ണൂരുകാരായിട്ടുള്ള സുഹൃത്തുക്കൾ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, ആദ്യമായിട്ട് വന്നുകൊണ്ടാണ്, അറിയത്തില്ല. പിന്നെ കാറിലും ആയതുകൊണ്ട് സ്പീഡിലാണ് വണ്ടി പോകുന്നത്. പെട്ടെന്ന് ബോർഡൊന്ന് വായിച്ചെടുക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അറിയുന്നവരൊക്കെ ഈ ജംഗ്ഷൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കായംകുളം ആലപ്പുഴ ഭാഗത്തെക്കാട്ടിൽ ശകലം വെയിലും ചൂടൊക്കെ കൂടുതലാണെന്ന് തോന്നുന്നു ഇവിടെ. പ്രത്യേകിച്ച് നല്ല വെയിൽ അറിയുന്നുണ്ട്. വണ്ടിയിലിരുന്നാലും അതിൻ്റെ ഒരു കാഠിന്യം നമ്മൾ അറിയുന്നുണ്ട്. ദാണ്ട് ഇതൊരു കനാലുള്ളൊരു ജംഗ്ഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ പോകുന്നത്. സെൻറ്ററിൽ കൂടെ ഒരു കനാൽ വന്ന് അവിടെ നിൽപ്പുണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു റോഡുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ റോഡുണ്ട്. നമ്മൾ ഈ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരും അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യണം. ഇത് തിരിഞ്ഞു കയറി വരുന്നത് ഒരു പാലത്തിലോട്ടാണ്. ഒരു പാലം. ഇത് ക്ഷേത്രത്തിന് മുമ്പായിട്ടുള്ളൊരു പാലമാണ്. നല്ലൊരു ഈ ലോങ്ങിലുള്ളൊരു പാലം. നല്ലൊരു വ്യൂ ആണ് ഈ ഒരു പാലത്തിൻ്റെ പേരും അറിയത്തില്ല. പറശ്ശിനി പാലമെന്നായിരിക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ക്ഷേത്രം. ദോടെ കാണുന്നില്ലേ, ഇതാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ ലോങ്ങിലുള്ള വ്യൂ. ആ പാലത്തിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഇത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ഈ ഒരു പുഴയിലോട്ടുള്ള ആ ഒരു വ്യൂ മിക്കവാറുമുള്ള എല്ലാവരും വീഡിയോസിലും ഫോട്ടോസിലും എല്ലാം നമ്മൾ കാണുന്നത്. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു എനർജി, സത്യം പറഞ്ഞാൽ. കാരണം ആ ഒരു ലോങ്ങിൽ നിന്ന് ആ പാലത്തെ വെച്ച് ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അത് സെറ്റപ്പ്. പിന്നെ ഈ പാലം തീർന്ന് വരുമ്പോൾ, പാലം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന മരങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അടിപൊളിയാണ്. പാലം കഴിഞ്ഞ് വരുന്ന മൂന്നും കൂടി ഒരു കവലയിലേക്കാണ്. അവിടുന്ന് ലെഫ്റ്റാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി. അവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പറശ്ശിനിക്കടവെന്ന് കൊടുത്ത് ആരോമാർഗവും കാര്യങ്ങളും സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്ന ഒരു വ്യൂ ആണിത്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുന്നാണ് കേട്ടോ. ഈ കുന്നിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോകണം ക്ഷേത്രത്തിലേക്ക് ചെല്ലണമെങ്കിൽ. ആ കുന്നിറങ്ങി ചെല്ലുന്നത് ഒരു പിന്നെ ജംഗ്ഷനിലോട്ടാണ്. അത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ജംഗ്ഷനാണ്. റോഡ് ഏതാണ്ട് ഇവിടം വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് അങ്ങോട്ടുള്ള വഴി. അങ്ങോട്ട് വണ്ടികളൊന്നും കയറ്റി വിടത്തില്ല. അപ്പോൾ നമ്മൾ വന്ന വണ്ടി തൊട്ടടുത്തുള്ള ഒരു പെയിൻ പാർക്കുണ്ട്. പറശ്ശിനി പാർക്ക് എന്ന് പറയുന്നതാണ് അതിൻ്റെ പേര്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ക്ഷേത്രത്തിലുള്ള വഴിയാണിത്. വഴി കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. കാരണം രണ്ട് സൈഡിലും കടയാണ് ക്ഷേത്രത്തിൽ. അതായത് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മളിങ്ങോട്ട് അകത്തോട്ട് നടന്നു കയറി വരുന്നതെന്ന് വെച്ചാൽ രണ്ട് സൈഡുകളിലും നമ്മുടെ ഈ ഒരു
കടകളാണ്, രണ്ട് സൈഡിലും കടകളിലാണ്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന എൻട്രി, കവാടം. ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ മുന്നോട്ട് കയറി ചെല്ലുമ്പോൾ ചെറിയ ഇടനാഴി പോലെയാണ്. ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ പുഴയാണല്ലോ, അന്നേരം അതൊരു എൻട്രി ഇല്ല, ഇത് ബാക്കിൽ കൂടെയുള്ള എൻട്രിയാണ്. ഇത് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ പിന്നെ ലെഫ്റ്റ് സൈഡിൽ, അത് റൈറ്റ് സൈഡിൽ പ്രസാദ വിതരണ കേന്ദ്രമുണ്ട്. അവിടുന്ന് ഇടത്തെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതുവഴി കയറണം. ഇതിനകത്തോടെ നേരിട്ട് കയറുന്ന വലിയ കാണുന്ന വാതിൽ കൂടെ കയറാം, പക്ഷെ അത് തൊഴുതിട്ട് ഇറങ്ങി വരുന്ന വാതിലാണ്. ദാണ്ടൊരു നായ കിടക്കുന്നു ഇവിടെ. നായ എന്ന് പറയുന്നത് ഇവിടുത്തെ മുത്തപ്പൻ്റെ വാഹനമാണെന്ന് പറയുന്ന ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. നായ ഇവിടെ സജീവമാണ്. ഒരു നായ ഇവിടെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് പ്രധാന കവാടം, ഈ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിന് മുമ്പുള്ള പ്രധാന കവാടം. അതിൻ്റെ തൊട്ട് മുമ്പിൽ താണ്ട പുഴ ഒഴുകുന്നുണ്ട്. ഈ പുഴയിൽ ഇറങ്ങി കാലും കൈയെല്ലാം നനച്ചിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത് മുത്തപ്പനെ തൊഴുവാനായിട്ട്. നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞല്ലോ. ഇപ്പോൾ 11 മണി 11:30 ആയി. ഇവിടുത്തെ രാവിലത്തെ ആ വെള്ളാട്ടം എന്ന് പറയുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് 8 മണി വരെ ഉള്ളായിരുന്നു. 5 മണി മുതൽ 8 മണി വരെ ഉള്ളൂ. പിന്നെ വൈകുന്നേരമേ ഉള്ളൂ. രാവിലെയും വൈകിട്ടേ ഉള്ളൂ. ഉച്ച സമയങ്ങളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വന്ന സമയവും ഉച്ച ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. വൈകുന്നേരം വരെ നമുക്കിവിടെ നിൽക്കാനുമുള്ള സമയം നമുക്കില്ല. വേറെ 1-2 ആവശ്യങ്ങളുണ്ടായതുകൊണ്ട് നമുക്കിവിടെ വൈകുന്നേരം വരെ അത് വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റില്ല. അത് വലിയൊരു നഷ്ടം തന്നെയാണ് സത്യം പറഞ്ഞാൽ. എന്ത് ചെയ്യാം, പിന്നെ ഇവിടം വരെ വന്നില്ലേ, അത് തന്നെ വലിയ ഭാഗ്യമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ മുത്തപ്പൻ്റെ അടുത്ത് വരണമെന്നുള്ളത്. ക്യാമറയും ഫോട്ടോയും അലൗഡ് അല്ല, എന്നാലും ചെറിയ രീതിയിൽ എടുക്കാൻ പറ്റി. അവിടെ ആൾക്കാരെ നിൽപ്പുണ്ട് പ്രത്യേകം അത് നോക്കാൻ വേണ്ടി. ഫോൺ പോലും അതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതും മാനിക്കണ്ടേ. അതുകൊണ്ട് തന്നെ അവിടെ അകത്തെ വീഡിയോകളൊന്നും നമ്മൾ എടുത്തില്ല. മുത്തപ്പൻ്റെ നമ്മൾ കണ്ട് തൊഴുതു. പിന്നെ എന്താ പറയുക, വെള്ളാട്ട് കാണാൻ പറ്റിയില്ല. അത് വലിയ നഷ്ടം തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. എന്നിട്ട് നല്ലപോലെ മുത്തപ്പൻ്റെ സന്നിധിയിൽ വന്നു. നമ്മളാണ്ട് ഇപ്പോൾ കൂടെ ഉള്ളവരും മറ്റേ പ്രസാദം മേടിക്കാൻ വേണ്ടി പോയിരുന്നു. പയറാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത്. ഈ പുഴയുടെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അവർ വരുമ്പോൾ ഇപ്പോൾ ഈ സമയം 12:30-1 മണിയോളം ആകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പം ഇവിടെ ഭക്ഷണം, അതായത് ഉച്ചഭക്ഷണം വിതരണമുണ്ട്. അവിടെ നല്ല ക്യൂ ഉണ്ട്. ക്യൂ ഒന്നിപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഇരിപ്പിടങ്ങളും പിന്നെ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്ഷേത്രത്തിന് മുമ്പായിട്ട് ഇടത്തെ സൈഡിലായിട്ട്. ഇതാണ് ഇവിടുത്തെ ഊട്ടുപുര. നമുക്കപ്പം ക്യൂ കുറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് നോക്കാം. ഭക്ഷണം പ്ലേറ്റിലാണ്. ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റൊക്കെ വൃത്തിയായി നല്ലപോലെ അടുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ പോയി പ്ലേറ്റ് ക്യൂ നിന്ന് മേടിക്കുന്നു. കൂടുതൽ വിഭവങ്ങളൊന്നുമില്ല. നല്ല ചോറ്, പിന്നെ സാമ്പാർ, മോര്, ഇത് രണ്ടേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറും സാമ്പാറും മോരും മാത്രമേ ഉള്ളെങ്കിലും ആ ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മളാണ്ട് കഴിക്കുന്ന ഒരു ഹാളിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് പ്രത്യേകം ആണുങ്ങൾക്ക് പ്രത്യേകം രണ്ട് സൈഡിൽ ഇരുന്നാണ് കഴിക്കാനുള്ള സീറ്റൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ ആ ചുവരിലൊക്കെ നല്ല മുത്തപ്പൻ്റെ വെള്ളാട്ടിൻ്റെയൊക്കെ നല്ല ഫോട്ടോസൊക്കെ അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അമ്പലത്തിൽ നിന്ന് നമ്മൾ വെളിയിലിറങ്ങി ഇനി വീട്ടിലേക്ക് തിരിച്ച് പോകാനുള്ളൊരു ഇതിലാണ്. തിരിച്ചു വന്നപ്പോൾ സൈഡിലെല്ലാം ഒരുപാട് കടകളുണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. കടകളിൽ നിന്നൊക്കെ ചെറിയ പർച്ചേസിങ് നടത്തി. അതിൻ്റെ കൂടെ നമ്മുടെ ഭാഗ്യവും കൂടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ലോട്ടറി ഒരെണ്ണം മുത്തപ്പൻ്റെ നടയിൽ നിന്ന് പോകുമ്പോൾ ലോട്ടറി അങ്ങ് എടുത്ത് പിന്നെ ഇങ്ങോട്ട് അവിടെ കടയിലൊക്കെ കയറി 1-2 കടയിലൊക്കെ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ എന്നിട്ട് നമുക്ക് വെളിയിലോട്ട് നമ്മുടെ പാർക്കിങ്ങിന് ആ ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണേ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതാണ്ട് ആ പുഴയുടെ സൈഡിലുള്ള ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ നോക്കിയപ്പോൾ പുഴയിലൂടെ ദാണ്ട വരുന്നു അടിപൊളി ഒരു ബോട്ട്. മറ്റേ ചൈനയിലെ മറ്റേ വ്യാളിയില്ലേ, വ്യാളിയുടെ മുഖമൊക്കെ വെച്ച് ഫ്രണ്ടിൽ അടിപൊളി ഒരു ബോട്ട് ഇങ്ങനെ വരുന്നു, പാട്ടൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട്. നല്ലൊരു കാഴ്ചയായിരുന്നു. കാരണം വെച്ചാൽ ആ പുഴയിലൂടെ
ഒരു ഹൗസ് ബോട്ട് അപ്പുറത്ത് കിടപ്പുണ്ട്. ഇതിൻ്റെ ഒരു അടിപൊളി വൈബായിരുന്നു. അങ്ങനെ മുത്തപ്പൻ്റെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് അത്യാവശ്യം ചില പർച്ചേസിങ് പിന്നെ കഴിഞ്ഞ് ഭക്ഷണം പ്രസാദം എല്ലാം കഴിച്ചിട്ട് നമ്മളിനി ഇവിടുന്ന് യാത്ര തിരിച്ചു പോവുകയാണ്. അന്നേരം വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വരണമെന്ന്. അത് സാധിച്ചെന്തായാലും മുത്തപ്പൻ്റെ അനുഗ്രഹത്താൽ ഇനിയപ്പോൾ തിരിച്ചു പോവുകയാണ്. പിന്നൊരു കാര്യം, യാത്രകൾ ഇവിടെ അവസാനിക്കുന്നുമില്ല, വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പം തൽക്കാലം നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഓക്കെ, ബൈ ബൈ.